പ്ലീസ് ലോഡ് ദൈവമക്കളെ, നമ്മളെല്ലാവരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം? ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. പാട്ടുകാരൻ പാടിയതുപോലെ ചടി ചടി ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിടുമ്പോൾ പാരിൽ പാർത്തിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. ചടു ചടേ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാരിൽ പാർത്തിടും നാമനാളിൽ രൂപാന്തരം പ്രാപിക്കും. ഇന്ന് നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലൂടെയാണ്. നമ്മളെല്ലാവരും മണവാട്ടികളാണ്, വരൻ വരുമെന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് പറ്റാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ക്യാൻ ബി പോസിബിൾ, ഇത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ ഇവിടെ എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മളെല്ലാവരും വരൻ വരുമെന്ന് അറിഞ്ഞവരാണ്, അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നവരാണ്. പക്ഷേ ആ ഒരുക്കത്തിൽ എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു ശബ്ദം കേൾക്കുകയാണ്, ദേ മണവാളൻ വരുന്നുവെന്ന്. മണവാളൻ വരുന്നു എന്ന ശബ്ദം കേട്ടപ്പോഴേ എല്ലാവരും ഉണർന്നു. പക്ഷേ വരൻ ഉടനെ വന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർപ്പുവിളി ഉണ്ടായി. 6-ാമത്തെ വാക്യം, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്ക് പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. സോ ഇവിടെ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ താമസമുണ്ടായി. കാരണം വിളി കേട്ട ഉടനെ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നവരാണ്. കുറച്ചുകൂടെ അവർ പ്രിപ്പയർ ആവുകയാണ്, ഒരുങ്ങിയിരിക്കുകയാണ്, എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ പ്രിപ്പറേഷനാണ് ഏറ്റവും വലുത്. നമുക്കെല്ലാവർക്കും നീതി എന്ന വസ്ത്രവും രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും എല്ലാം നമുക്ക് റൈറ്റസ് ആണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടു, പക്ഷെ നമ്മൾ ഒരുങ്ങുന്നില്ല. ആ ഒരുക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫൂളിഷിന് പറ്റിയ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ബുദ്ധിയുള്ളവർ മുമ്പേ ആദ്യം മുതലേ അവർ തയ്യാറായിക്കൊണ്ടേയിരിക്കുക. മണ്ടത്തരത്തിലുള്ളവർ അവർ വിചാരിച്ചത്, കേട്ടു, ഇനിയിപ്പോൾ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, എപ്പോഴേലും വരുമ്പോഴാവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ 2 കൂട്ടരും മണവാട്ടികളാണ്. ഒരു കൂട്ടർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരുക്കമെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ അവർക്കുണ്ടായ നഷ്ടം എന്താണെന്ന് വെച്ചാൽ, ആ കറക്റ്റ് സമയമായപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, മണവാളൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുങ്ങിയവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. അപ്പോൾ ഇവിടെ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ട്. കാരണം ഒരുങ്ങി നിന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. അപ്പോൾ എപ്പോൾ വരുമെന്നറിയത്തില്ല. ശബ്ദം കേട്ടു, ദേ മണവാളൻ വരുന്നുവെന്ന്. ഇവർ ചാടി എഴുന്നേറ്റ് അവർ തയ്യാറായി. മറ്റേവർ തയ്യാറാകാൻ നോക്കിയപ്പം എണ്ണയില്ല. അപ്പോൾ അവർ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇവിടെ വളരെ ആഴത്തിൽ ഇവിടെയാണ് ഈ കള്ളപ്രവാചകന്മാരും നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള വലിയൊരു ഡെപ്ത് അവിടെ കിടക്കുന്നത്. കാരണം നമ്മൾ സഭയിൽ പോകുമ്പം വിശ്വാസികളാണ്, നമ്മൾ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കും, പാട്ടുപാടും, കൈകൊട്ടും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? അവനുമായിട്ടുള്ള ബന്ധം നമ്മുടെ എങ്ങനെയാണ്? താഴേക്ക് വരുമ്പോൾ അവർ വിശ്വസിച്ചിരുന്നില്ല എന്നല്ല, അവർ വിശ്വസിച്ചിട്ടുണ്ട്. യേശുവിനെ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാമാണ്. പക്ഷെ അവർ തയ്യാറായിരുന്നില്ല. ഇത് നമ്മളുടെ ഇന്നത്തെ സഭയോടുള്ളൊരു മുന്നറിയിപ്പാണ്. കാരണം വിവാഹത്തിന് വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുന്നവരാണ്. പക്ഷേ ഒരുക്കമുള്ളവർ എത്രയെന്ന് വെച്ചാൽ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന. നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടത്തെ പറ്റിയിരിക്കുമ്പോൾ നമ്മളെ ഉയർത്തുമെന്നൊക്കെ ചെയ്യും. പക്ഷേ ഇത് എൻഡ് ടൈമിൽ അല്പസമയം നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എനി ടൈം ഇവിടെ ഈ ഞാനായിരിക്കുന്ന രാജ്യത്ത് ന്യൂക്ലിയറിൽ ബോംബ് വീണത്, മിസൈൽ വീണത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രാജ്യത്ത് നിന്ന്. ആ രാജ്യത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിചാരിച്ചത് ഇറാനാണെന്ന്. നോ,
അപ്പോൾ ഓർത്തോണം എത്ര മാത്രം ശക്തന്മാരായ ഈ രാജ്യങ്ങളൊക്കെ. നമ്മളായിരിക്കുന്നത് വെറുതെ ഒരു സിമ്പിളായിട്ടിരിക്കാനല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി. തൻ്റെ കന്യകമാരെക്കുറിച്ച് തന്നെയാണ് യേശു കർത്താവ് കൺസേൺ ആയിരിക്കുന്നത്. തൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഈറ്റുനോവ് തുടങ്ങിയിരിക്കുന്നത്. വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. അപ്പോൾ ഈ ഫൂളിഷായിട്ടുള്ള കന്യകമാർക്ക് പറ്റിയ എന്താണെന്ന് നോക്കാം. അവർക്ക് വേക്കപ്പ് കോൾ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ശക്തന്മാരായ ദേവദാസന്മാർ അവർ വചനത്തിലൂടെയും പ്രബോധനത്തിലൂടെയൊക്കെ അവർക്ക് വേക്കപ്പ് കോൾ കൊടുക്കുന്നുണ്ട്. ഫൈനൽ വാർണിംഗ് ലഭിക്കുന്നുണ്ട്. അത്തിമരത്തെ നോക്കാനാണ് പറഞ്ഞത്. 24 അധ്യായത്തിൽ പറയുന്നുണ്ട്, അത്തിമരത്തെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന്. 24 അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ്. 24 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ പറയുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണെങ്കിൽ അതിനായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മൾ ഓർത്തു നോക്കിയ ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിന് വേറെ ഒന്നും ചിന്തയില്ല. ആ വിവാഹത്തിന് ഒരുങ്ങുന്ന പെൺകുട്ടി, അവൾക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവളുടെ ജീവിതമുണ്ട്, പേഴ്സണൽ. പക്ഷെ അവളുടെ ആ ശരീരത്തെ ഒരുക്കുവാനായിട്ട്, ആ പ്രിയനോട് ചേരുവാനായിട്ട് അവർ വൺ ബോഡി ആകാൻ പോവുകയാണ്. ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി തീരുമെന്നാണ്. വിവാഹം നടക്കുന്നത് അങ്ങനെയാണ്, ഒരു ശരീരമെന്നാണ്. യേശു കർത്താവും നമ്മളും ഒരു ശരീരമായി തീരുമെന്നാണ്. വി ബിക്കം വൺ ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ. മെർജാവും, അവിടെ ഒന്നായി തീരുകയാണ്. നമുക്ക് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞതിൽ നമ്മൾ കുരുങ്ങിക്കിടക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടുവരുന്ന അതിന്റെ 24 പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ ഇവിടെയെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുതെന്ന്. ഇനി ഞാൻ പറയുന്ന വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് എഴുതി നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ മേളിലോ നിങ്ങളുടെ ഹൃദയത്തിലും എഴുതി വെക്കുക. നിങ്ങൾക്കത് റേമയാകണം. ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ, ഹസ്ബൻഡ് വേദനിപ്പിക്കുമ്പോൾ, മക്കൾ കേൾക്കാതിരിക്കുമ്പോൾ, ജീവിതത്തിലെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ. കാരണം അതിൻ്റെ 29 വാക്യത്തിൽ പറയുന്നു, വലിയ കഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വലിയ കഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്ന വചനത്തിന് മുമ്പായിട്ട് പറയുകയാണ്, നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കി തരാനായിട്ട്. കാലാളുകളോട് ഓടിയിട്ട് നമ്മൾ തളർന്നു പോയാൽ യോർദാന്റെ വൻകാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്ന? അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ സെൽഫ് ഇഷ്ടമാണ്, അയ്യോ എനിക്കത് പറ്റില്ല. കർത്താവ് നിന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നോ മിണ്ടാതെ ഇരിക്കുക. അവിടെ നിനക്ക് ട്രെയിനിങ് ഉണ്ട്. ചില കാര്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ നമ്മളെ പറ്റിക്കുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മുടെ അടുത്തിരിക്കുന്നവരായിരിക്കും നമ്മളെ കൂടുതൽ അതിന് തടസ്സമാവുന്നത്. പക്ഷേ അവിടെ നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം ആ തടസ്സം നമ്മുടെ നന്മയ്ക്കായിരിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഹസ്ബൻഡിനോട് പറയുന്നത് അത് നന്മയ്ക്കാണ് നമുക്ക്. കാരണം നമ്മുടെ അപ്പനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവനൊരു വാതിൽ അടച്ചാൽ അത് അവനോട് പറ്റിയിരിക്കുമ്പം അവൻ്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. ഇനി ലേറ്റ് ആവുകയാണോ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇപ്പം സംഭവിക്കണമെന്നാണ്. പക്ഷെ ഇപ്പം സംഭവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മൾ അവനോട് ചേർന്നിരുന്നാൽ മതി. നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മുടെ ബാക്കിൽ ആളുകൾ ചെയ്യുന്നത്, പ്രവർത്തി ഒന്നും നമുക്കറിയില്ല. നമുക്കത് അന്വേഷിക്കാനേ പോകണ്ട. ഹസ്ബൻഡിൻ്റെ മൊബൈൽ സെർച്ച് ചെയ്യേണ്ട, ബാഗ് ചെക്ക് ചെയ്യേണ്ട, പിള്ളേരുടെ ചെക്ക് ചെയ്യേണ്ട, അവരുടെ ചെക്ക് ചെയ്യേണ്ട. യു ജസ്റ്റ് ലീവ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ദൈവം അവനോട് നമ്മൾ പറ്റിയിരിക്കുമ്പം നമ്മൾക്ക് ആവശ്യമായ മതിലുകളും സറൗണ്ടിങ്സിൻ്റെ എല്ലാ കൺട്രോളും കർത്താവ് ഏറ്റെടുക്കും. നീ അത് വിശ്വസിച്ചാൽ മതി. നിത്യതയാണ് നിന്റെ ഫോക്കസ്. അതാണെങ്കിൽ നിനക്ക് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ പറഞ്ഞത്, ഈ റാപ്ചർ കല്യാണം വരുമ്പോൾ
ഈ മണവാളനും മണവാട്ടി ഒന്നാകും നമ്മൾ റാപ്ചറിന് ശേഷം. വിവാഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ കൊണ്ടുപോകാൻ വരുന്നത്. അത് 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എന്താണ്? ദോസ് ഹു വെയർ റെഡി വെന്റ് ഇൻ വിത്ത് ഹിം ടു ദ മാരേജ് ഫീസ്റ്റ് ആൻഡ് ദ ഡോർ വാസ് ക്ലോക്ഡ്. അപ്പോൾ ഒരു മാരേജ് ഫീസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ലോകം മുഴുവനും ഇത്രയും ബഹളം നടക്കുന്നത്. ഈ മണവാട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഈറ്റുന്നവും മൊത്തം. ആ വചനം വായിക്കുന്നതിന് മുമ്പ് വീണ്ടും പറയണം, ഒരു ചെറുക്കനും പെണ്ണും, ഞാൻ പറയാം വചനം, ആ ചെറുക്കനും പെണ്ണും അവർ സ്നേഹിച്ചു, അവർ ഹൃദയം കൊടുത്തു, ഈറ്റുനോവിലൂടെ പോവുകയാണ്. ശുലൈംകാരത്തിയുടെ കണക്ക് കിടക്കമേലൊക്കെ വേദനയാണ്, ഒറ്റപ്പെടലാണ് അവള്, എല്ലാവരും ത്യജിക്കുകയാണ് അവളെ, ആർക്കും അറിയത്തില്ല ഇവളുടെ പ്രേമം എന്താണെന്ന്. അതുപോലൊരു പ്രേമം നമ്മളുടെ ഉള്ളത്തിലേക്ക് വരുന്നുണ്ടോ ദൈവമക്കളെ? എല്ലാവരോടും ചോദിക്കുന്നത്, ദേവദാസന്മാരോടും ദാസികളോടും ശുശ്രൂഷക്കാരും എല്ലാ വിശ്വാസികളോടും ചോദിക്കുകയാണ്, നമ്മുടെ ഉള്ളത്തിൽ അങ്ങനെ ഒരു പ്രേമം വരുന്നുണ്ടോ? അങ്ങനെ അവർ ആ ചെറുക്കന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളിനി എന്തു പറഞ്ഞാലും അവർ അതെല്ലാം അവർക്ക് ചിരിയാ, ടേക്ക് ഇറ്റ് ഈസിയാ. കാരണം അവർ വേറൊരു രാലത്തിലാണ്, അവർ പ്രേമത്തിന്റെ ഒരു കേന്ദ്രത്തിനകത്ത് കടന്നിരിക്കുക. ആ പ്രേമത്തെ ഇളക്കാൻ ആർക്കും പറ്റത്തില്ല. അവരൊന്നായി തീരാനുള്ള ഒരു ഈറ്റുനോവിന്റെ ബഹളമാണ് നടക്കുന്നത്. നമ്മൾ അങ്ങ് റാപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള ഈറ്റുനോവാ ഈ 5 വൻകരകളിൽ നടക്കുന്നത്. നിങ്ങളതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ നോക്കുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്ത് കിട്ടും, നമ്മുടെ മക്കൾ വളർന്നിട്ട് അവരെ എന്താക്കി എങ്ങനെ ബെനിഫിറ്റ് വരും, ആ പ്രശ്നം ഈ പ്രശ്നങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ആ പ്രശ്നത്തിൽ നിന്നെ തളർത്താതിരിക്കണമെങ്കിൽ നീ അവനോട് പറ്റിയിരിക്കണം. ആ പ്രശ്നങ്ങൾ നിന്നെ ദൈവത്തോട് അടുപ്പിക്കാനാണ്. എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിലേ അടുത്ത വാക്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് ചെറിയൊരു വാക്യമല്ല, ഇതാണ് എറ്റേണൽ ആയിട്ടുള്ള, ഇതാണ് ഒരു ബ്രൈഡിനുള്ള, ഇതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിലുള്ളത്. ഏത് വചനമാണെന്നറിയാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് അതിന്റെ റെവലേഷനിലേക്ക് നിങ്ങൾ കടന്നു വരണം. അത് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പൗലോസ് ഇപ്രകാരമാ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, ഈ മർമ്മം വലിയത്. അതെങ്ങനെയാണ്? അവർ ശരീരം രണ്ടായിരിക്കുകയല്ലേ? അവരിനി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 ശരീരമല്ലേ? പക്ഷേ ഇതൊരു എഗ്രിമെന്റ് ആണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അവർ രണ്ടും ഒന്ന്. ഇതൊരു മർമ്മമാണ്. ഈ ഭൂമിയിൽ പ്രാക്ടിക്കലി നമ്മൾ കാണുന്നതാണ്, പക്ഷേ നമ്മൾ കാണാത്ത ഇൻവിസിബിളായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. ഹല്ലേലൂയ! ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു പ്രവൃത്തി. ഇതാണ് ഏറ്റവും വലിയ മർമ്മം. എന്താണ്? ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഈ ഒരു വാക്യം മാത്രം എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പം നിങ്ങൾ ഈ യൂട്യൂബിൽ കമൻസ് അൺവാണ്ടഡ് ആയിട്ട് ആളുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് വിഷമം വരും അവരെ ഓർത്ത്. കാരണം അവരുടെ അടുത്ത് ഇതുവരെയും സുവിശേഷം എത്തിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിനെ രുചിക്കേണ്ടതുപോലെ അവർ രുചിച്ചിട്ടില്ലായിരിക്കാം. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നതെന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ വിവാഹങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്ന ഇതുപോലൊരു വിവാഹം നമുക്ക് കാണാൻ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നമ്മൾ എന്നേക്കുമായിട്ടുള്ളൊരു വിവാഹം നമുക്കുണ്ട്. നമ്മൾ ഈ ഭൂമി കാണുന്നത് നമ്മുടെ അച്ഛനും അമ്മച്ചിയും കല്യാണം കഴിച്ചു, നമ്മുടെ ചേച്ചിയും മോനും കല്യാണം കഴിച്ചു, അവർ കല്യാണം കഴിച്ചു, ഇവരെ കല്യാണം കഴിച്ചു, നമ്മുടെ അനിയത്തി കല്യാണം കഴിച്ചു, ചേച്ചി മോനും എന്നല്ല പറഞ്ഞത്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, മോൻ്റെ കല്യാണം കഴിഞ്ഞു, അമ്മയുടെ കല്യാണം കഴിഞ്ഞു, അപ്പച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുക, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. ഹല്ലേലൂയ! മക്കളെ, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താട്ടെ നിങ്ങളുടെ മെർജിങ്, നിങ്ങളുടെ യൂണിറ്റി. Hallelujah! The two shall become one flesh. This is a great mystery, but I speak concerning Christ and the church. പൗലോസ് പറയാണ്, ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ്, ഇതൊരു എറ്റേണൽ റിലേഷൻഷിപ്പ് ആണ്, കംപ്ലീറ്റ് ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ടായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങൾക്കിത് റഫായിട്ട് തോന്നായിരിക്കും, പക്ഷെ എൻ്റെ ഉള്ളത്തിൽ ദൈവം കത്തിച്ചൊരു കത്തലാണെന്ന്. ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കുകയാണ്. അതിനു മുമ്പ് അതൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭർത്താവിനെ ഭയപ്പെടണം. അപ്പോൾ ഭർത്താവ് ഭാര്യനെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ഇത് ഓപ്പോസിറ്റ് ആയിരിക്കാം ഇപ്പം. അപ്പം നിങ്ങൾ ഓർത്തോണം, കർത്താവ് ആക്കിയിരിക്കുന്ന ആ ഒരു
യൂണിയൻ, റിലേഷൻഷിപ്പ്, കംപ്ലീറ്റ് ബിലോങ്ങിങ്ങിനെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, കർത്താവ് ആ ഒരുക്കിയ പദ്ധതി അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. അതാ പറഞ്ഞത് മത്തായി സുവിശേഷം, ആകാശം മാറും ഭൂമി മാറും, എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. മനുഷ്യൻ അതിനെ ഓപ്പോസിറ്റ് ആക്കും. നിങ്ങൾ ഇനി എത്ര പ്രവാചകന്മാരുടെ കൂടെ ഓടിക്കോ? എത്രയോ വലിയ പ്രവചനങ്ങൾ ചെയ്തവരാണ്. ഷോഫയാണ്, ഫാൻസി ഡ്രസ് ഇട്ട് ഇനിയിപ്പോൾ അന്യഭാഷയുടെ മണിക്കൂറുകളോളം ലൈവിൽ അങ്ങ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ അവനവൻ്റെ വീട്ടിലിരുന്ന് ഇനി കമ്മ്യൂണിയൻ എടുക്കേണ്ടി വരും. അവനവൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരെ സ്നാനപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വലിയ ബക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചോ, കാരണം ഇനിയിപ്പോൾ തോട്ടിലൊന്നും വെള്ളമില്ലാതെ വന്നിരുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. ഈ മണവാട്ടി മണവാളനോട് ചേരുന്ന നിമിഷത്തിന് ഈ ഇഷ്ടമില്ലാത്തവരെന്ത് ചെയ്യും? അതിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരെഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ വിവാഹങ്ങൾ പൊളിക്കുവാനായിട്ട് എത്രയോ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഒന്നാകാതിരിക്കുവാൻ, നമ്മുടെ പ്രേമകാന്തനുമായിട്ട് നമ്മൾ ഒന്നാകാതിരിക്കാൻ ഈ ലോകവും പിശാചും ജഡവും എഗെയിൻസ്റ്റായിട്ട് നിൽക്കുകയാണ് ഇത് മൂന്നും. പക്ഷേ നമുക്ക് ആത്മാവ് കൊണ്ട് അതിനെ ജയിക്കാൻ പറ്റും. അതിനാണ് ഈ എണ്ണ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതൊരു പ്രൊഫറ്റിക് വാർണിംഗ് ആണ്. ലാസ്റ്റ് ഡേയ്സിന്റെ സയൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ന്യൂക്ലിയറിന്റെ സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ 2-3 ദിവസം മുമ്പ് ഇവിടെ ഒരു മിസൈൽ വീണപ്പോഴാണ് അറിഞ്ഞത്. എത്രമാത്രം ഭയാനകമായൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നവർ, അവർ ശാസനയിലും ഉപദേശത്തിലുമായിരിക്കും അവരുടെ സംസാരം. ബ്ലെസ്സിങ്ങിനെ കുറിച്ച് മാത്രം പറയുവാണെങ്കിൽ ഓർത്തോണം, കള്ളപ്രവാചകന്മാരാണ്. അവർ ഉപദേശത്തോടും ശാസനയോടും ഗുണീകരത്തോടുമാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സാക്റ്റ് മെസ്സേജ്. എന്നോട് ഈ ദിവസങ്ങളിൽ ഫാമിലി പ്രോബ്ലംസ്, ആ പ്രോബ്ലം, ഈ പ്രോബ്ലം, നമുക്ക് ഭയങ്കര ജെനുവിനാണ് ഈ പ്രോബ്ലംസ് ഒക്കെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ പ്രോബ്ലംസ് എല്ലാം റൈറ്റ്, കറക്റ്റാണ്. പ്രോബ്ലം ഇല്ലാത്ത ഒരാൾ പോലും ഈ ഭൂമിയിലില്ല. നോഹയുടെ കാലത്ത് കഴിച്ചും കുടിച്ചും വിവാഹം കഴിച്ചും പോകുന്നു. പ്രശ്നങ്ങൾ അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. പക്ഷെ അതിന് ബിയോണ്ട് ഒരു റാപ്ചറുണ്ട്. നീയും അവനുമായിട്ടുള്ള പ്രേമമാണ് ഇമ്പോർട്ടൻറ്റ്. പ്രശ്നത്തിലൂടെ പോകുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലൊരു സാക്ഷ്യം പറയണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ വാഗ്ദത്തത്തിൻ്റെ അടുക്കേക്ക് പോകുമ്പോൾ ചെറിയ പ്രശ്നം, വലിയ പ്രശ്നങ്ങൾ നമ്മെ അലയടിക്കുന്നത് പോലെ തോന്നും. എത്രമാത്രം നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നോ നമ്മളെ പിന്നെയും കുത്തി നോവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ആ കറക്റ്റ് വിഷയങ്ങളിലൂടെ. ഹല്ലേലൂയ. പക്ഷെ അവിടെയും വീണ്ടും അതിനെ ഒന്നും കാണാതെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ വീണ്ടും, അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്നും കാണുന്നവരാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവിടെയും അവരെക്കുറിച്ചുള്ള വാക്തത്വം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആ വാക്തത്വത്തെ ഓർത്തുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് നമ്മൾ പിശാചിന്റെ തന്ത്രത്തിൽ, അതാണ് ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുപ്പ അവൻ്റെ തലമേൽ തീക്കനൽ കോരിയിടുന്നത് പോലെയായിരിക്കും, റോമാലേഖനത്തിൽ പറയുന്നു. കാരണം പിശാചിന് സമാധാനമില്ല. അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നവരെ, ഇങ്ങനെ ആ പ്രസന്റ് ഏതാണ് സിറ്റുവേഷൻ, അവരെ നമ്മൾ എന്താ പറയുക, തള്ളിക്കളയാൻ, ഇഗ്നോർ ചെയ്യാൻ. പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും, മക്കളായിരിക്കും. ഞാൻ ആ കുടുംബകാര്യങ്ങളാണ് പറയുന്നത്. മറ്റുള്ളതൊന്നും നമുക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ആവശ്യമില്ലാത്തടത്തൊന്നും ഇനി നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. അവരെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, ജസ്റ്റ് ബ്ലെസ് ദം. വീണ്ടും അവരോട് സംസാരിക്കുക. കാരണം നിനക്കാണ് ട്രെയിനിങ്, നീയാണ് മൗത്ത്, നിനക്കാണ് ബെനിഫിറ്റ്. മനസ്സിലായവർക്കൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. സോ വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോർ ക്ലോസ് ആകുന്നുണ്ട്. ഹല്ലേലൂയ. ലേറ്റർ ആ 5 കന്യകമാർ വന്നിട്ട് അവർ തിരിച്ചു വന്നു എന്നാണ്. അവർ പുറത്ത് നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ, ദൈവമേ വാതിൽ തുറക്കണേ എന്ന്, കർത്താവേ എന്ന് വിളിക്കുമ്പോൾ, ബിലീവ് മീ ഐ ഡോണ്ട് നോ യു. ഹല്ലേലൂയ. കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം നമ്മൾ സ്നാനപ്പെട്ടതിനെ മറച്ചു വെച്ചു, നമ്മൾ വിശ്വാസിയാണെന്നുള്ളതിനെ മറച്ചു വെച്ചു, നമ്മൾ ആരോടും പറയാൻ നിന്നില്ല. നമ്മൾ ജസ്റ്റ് കമ്മലും മാലയും ഊരി നമ്മളെല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുന്നുണ്ട്, നമ്മൾ പാട്ട് പാടാൻ നിൽക്കും, നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഗ്രൂപ്പിൽ നിൽക്കും, എല്ലാത്തിനും ഉണ്ട്, എല്ലാവരുടെയും കൂടെ നമ്മൾ വിശ്വാസിയായിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു.
അതായിരുന്നു പ്രശ്നം. അവർക്കറിയാം വിവാഹം ഉണ്ടെന്ന്, അവർ പ്രിപ്പറേഷനിൽ പോയില്ല. അവർക്ക് ഒറ്റയ്ക്ക്, നിന്റെ കല്യാണം നടക്കുന്നത് രണ്ടുപേര് തമ്മിലാണ്, അല്ലാതെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ടല്ല കല്യാണം. അതെല്ലാവരും വരും, പക്ഷെ നടക്കുന്നത് നീയും ആ യേശു കർത്താവും തമ്മിലാണ്. അവൻ വരുമെന്നറിയാം, പക്ഷെ വരനുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ മറന്നുപോകും. ഈ ദിവസങ്ങൾ നടക്കുന്ന അതുപോലെ തന്നെയാണ്. ഒരു കല്യാണ ചെറുക്കൻ വരാൻ ഇച്ചിരി താമസിച്ചാൽ എത്ര മണവാട്ടികൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അതാണ് നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഒറ്റ പെൺകുട്ടികൾ തയ്യാറാവത്തില്ല. ആ പോട്ടെ, അത് പോട്ടെ, വേറെ ആകട്ടെ എന്ന് പറയും. കാരണം ഓപ്ഷൻസ് ഇഷ്ടം പോലെ കിടക്കുക. ഇതാണ് ലോകം. ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഡോർ അടയുമ്പോൾ നമ്മൾ ഈ പെട്ടുപോകാൻ കാരണമാകുന്നത്, എണ്ണയില്ലെന്ന് പറയുവാൻ കാരണമാകുന്നത്, നമ്മുടെ ജഡത്തെ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. നമ്മൾ ആ റാപ്ചറിൻ്റെ, നമ്മളുടെ ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ മരണമോ അല്ലെങ്കിൽ റാപ്ചറോ അടുത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ജഡം, നമ്മുടെ മനസ്സ് കൺട്രോള് നിൽക്കാതെ വരും. അപ്പോൾ ഓർത്തോണം, നമ്മൾ അതിനെ ഓവർകം ചെയ്യണം, വിട്ടുകൊടുക്കരുത്. ഗോഡ് ഈസ് വിത്ത് യു, എവറിത്തിങ് ഈസ് പോസിബിൾ. തെസ്സലോനിയ ലേഖനത്തിൽ പറയുന്നു 5-ാം അധ്യായത്തിൽ, എവറിത്തിങ് ഈസ് പോസിബിൾ. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിലും 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിലും ഒക്കെ ഈ ഒരു ട്രിബുലേഷനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. മത്തായി സുവിശേഷം 24-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1 തെസ്സലോനിയർ 4-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കണം. നമുക്ക് ഈ അവസാന നിമിഷത്തിൽ തയ്യാറാകാൻ പറ്റത്തില്ല. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വചനമാണ് 1 കൊരിന്ത്യർ ലേഖനം 15:52. 1 കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യൻ 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അദ്രവത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. സോ നമ്മൾ ഈ ഭൂമിയിലെ വിഷയങ്ങൾക്ക് വേണ്ടി ഓടും, നമുക്ക് പൈസ കിട്ടും, എല്ലാം ഓക്കെ, ഫേമസ് ആകാൻ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ ആളുകൾ ട്രൈ ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, കർത്താവിൽ നമ്മൾ പ്രയത്നിക്കുന്ന പ്രയത്നം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ 2-3 പേര് എന്നോട് പറഞ്ഞതാണ്, ഈ പ്രീച്ചിങ് ഒക്കെ വലിയ പ്രശസ്തനായ ഒരു ദേവദാസൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും കേട്ടേനായിരുന്നു. പാസ്റ്റർ പറയുന്നത് കൊണ്ട് ആളുകളൊക്കെ കുറച്ചേ കേൾക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർക്കുകയാണ്, ഹല്ലേലൂയ, ഇവിടെ എൻ്റെ ആത്മീയ വർധനയും എന്നിലൂടെ കേൾക്കാനിരിക്കുന്നവർക്കും മാത്രമേ അത് കേൾക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇത്ര ഭയങ്കര ഫേമസ് ആയാൽ എന്നെ ദൈവത്തിന് നഷ്ടമായി പോകും. അത് ദൈവത്തിന് നല്ലതായിട്ട് അറിയാം. അപ്പം നമ്മൾ എത്ര പേരാണോ വളരാനുള്ളത്, നമ്മളിലൂടെ വളരാനുള്ളത്, അവരെ എൻകറേജ് ചെയ്യുക, നമ്മളോട് പറഞ്ഞത് മാത്രം ചെയ്യുക. കാരണം നോഹ പറഞ്ഞിട്ട്, ബൈബിളിലുണ്ട്, നോഹ പറഞ്ഞിട്ട് ആര് കേട്ടു? ഇത്രയും പത്രോസ്, പൗലോസ്, യോഹന്നാൻ ഇവരൊക്കെ പറഞ്ഞിട്ട് എത്ര പേരാണ് വന്നത്? അപ്പം നമ്മളെല്ലാവരും നമ്മളോട് പറഞ്ഞതാ, നമ്മളുടെ പ്രയത്നം വെറുതെ ആകത്തില്ല. നമ്മൾ അവസാനം വരെയും പിടിച്ചു നിൽക്കണം. ഇതൊരു പ്രയത്നമാണ്, ഇതൊരു എഫേർട്ടാണ്. നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? കാഹളം മുഴങ്ങുന്ന നിമിഷത്തിൽ തന്നെ ഇത് സംഭവിക്കും. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പാവീടാതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ഹല്ലേലൂയ! ആ പൊന്മുഖം കാണുന്ന നിമിഷവും ഓർത്തു നോക്കിക്കേ. അത്രയും ദിവസം ചെറുക്കനും പെണ്ണിനും ഒരുമിച്ച് സംസാരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റത്തില്ല. ആ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല.
ഇതാണ് ആ റിയാലിറ്റി. ദിസ് ഇസ് ദ എൻഡ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാം മാതൃകയായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന രീതിയിൽ, പക്ഷെ കാണാത്തൊരു സത്യം നമ്മൾ ആ മർമ്മം മറന്നു പോകുന്നു. മണവാളൻ വരുമെന്ന് കേട്ടു, പക്ഷെ താമസിക്കാൻ തുടങ്ങിയപ്പോഴേ ഇനിയിപ്പോൾ എപ്പോൾ വരാനാ നമ്മൾ കേൾക്കത്തില്ലേ. നമുക്ക് ആ അവസരം ലഭിച്ചു. എന്താണ്? രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കി നമ്മൾ ധരിച്ചു. എല്ലാവരും പറയുന്നു വരുമെന്ന്, എപ്പോൾ വരാനാ, വരുമ്പോൾ വരട്ടെ. പക്ഷെ ബുദ്ധിയുള്ളവർ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. അവരവസാനം വരെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. അവർ മറ്റുള്ളവരെ ഒരുക്കാൻ തുടങ്ങും. അല്ലാത്തവര് ലാസ്റ്റ് മുമ്പിൽ മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ഒരു ഒരുക്കത്തിന് പോകും. പക്ഷെ അവർക്ക് പൂർത്തിയാകാൻ പറ്റത്തില്ല. കാരണം വെപ്രാളം കൊണ്ട് അവർ കത്തി നശിച്ചു പോകും, ഇല്ലാതായി പോകും അവർ. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങുക. The foolish bride says there is still time later. So when the groom finally arrives, she begins preparation too late. That is the tragedy. ഇതാണ് ഇപ്പോൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? നിങ്ങൾ എത്ര പേരെ നിങ്ങൾ ഒരുക്കുവാൻ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാകാരത്തിലിരുന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ടുപോയി നമ്മളെ പ്രാർത്ഥിപ്പിക്കും. ആദ്യമൊക്കെ നമ്മുടെ വിഷയങ്ങൾ ഇങ്ങനെ ഓടി ഓടി വരും മനസ്സിൽ. പിന്നീട് കുറേ സമയം കഴിയുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ കയറി ആ ആത്മാവിൽ നമ്മുടെ സ്പിരിറ്റിനെയും പരിശുദ്ധാത്മാവ് ചേർന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് രാജ്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, ആരെല്ലാമാണോ വിശുദ്ധന്മാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പക്ഷവാദം ചെയ്യണം. അപ്പോൾ നമ്മളുള്ള വാഗ്ദത്തങ്ങളെ ദൈവം ഓർമ്മിക്കും. ചില വചനങ്ങളെ നമ്മൾ ക്ലെയിം ചെയ്യും. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. എപ്പോഴും അങ്ങനെ ഒരു റാലത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. കാരണം കരുതുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഉറപ്പിച്ചോ. ആ ഒരു റാലത്തിലേക്ക് നിങ്ങൾ കയറി വരണം. പ്രശ്നങ്ങളാണ് നമ്മളെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മളെ എൻകറേജ് ചെയ്യേണ്ടവരെ കർത്താവ് കരുതിയിട്ടുണ്ട്. നീ വീണു പോകുകയില്ല. ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് യു. ഉണരുക, വിശ്വസ്തരായിരിക്കുക, റെഡിയാവുക വേഗത്തിൽ. നിങ്ങളുടെ ലാമ്പിൽ, നിങ്ങളുടെ വിളക്കിൽ എണ്ണ എപ്പോഴും കരുതിയിരിക്കണം. എനി ടൈം അവൻ വരുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് കാര്യം എപ്പോഴും, ഒന്നുകിൽ ഞാൻ എൻ്റെ മരണം എപ്പോഴേലും ഞാൻ മരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ റാപ്ചർ. ഇതിൽ എന്തെങ്കിലും എപ്പോഴും നടക്കുന്ന രീതിയിലാണ് എൻ്റെ നടപ്പ്. ആ കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം. ലവ് യു ജീസസ്, ഹല്ലേലൂയ, ലവ് യു ലോർഡ് എന്ന് പറയാറുണ്ടോ? അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭൗതികം കാരണം അവർക്ക് ദൈവത്തോട് എടുക്കാൻ വയ്യ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അവരുടെയൊക്കെ പിക്ചറൊക്കെ ഞാൻ ഇപ്പോഴും കാണാറാകുമ്പോൾ രോഗികളായിരിക്കുന്നത് പോലെ കാണുകയാണ്. കാരണം അവർക്ക് പൈസയുടെ ആ ഭ്രമം, ഇതാരും അടിച്ചുകൊണ്ട് പോകരുത്. അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ അവരങ്ങ് പോവുക. കാലം നോക്കിയാൽ അവകാശിയാണ്, പക്ഷെ അവരെല്ലാം ഉറക്കത്തില്ല, ശിശുക്കളായിരിക്കുക. കാരണം ഗൈഡ് ചെയ്യുന്ന അവരെ അവർ നോക്കാറില്ല. ഉപദേശം വേണ്ട, അവർക്ക് ബ്ലെസ്സിങ് മാത്രം മതി, അനുഗ്രഹം മാത്രം മതി, ഹീലിംഗ് മാത്രം മതി. വിളക്കുണ്ട് കയ്യിൽ, ശബ്ദം കേട്ടു, കർത്താവ് വരുമെന്നറിയാം, വെയിറ്റിംഗ് ആണ്, പക്ഷേ ഉറക്കമാണ്, എഴുന്നേക്കാൻ സമയമില്ല, ലേസിനെസ് ആണ്. 5 കന്യകകൾ അങ്ങനെയല്ല, അവരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു. സോ ഈ എണ്ണ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ്. റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, നമ്മുടെ അകത്തെ സ്പിരിച്വൽ ലൈഫിനെയാണ് അത് കാണിക്കുന്നത്. സ്പിരിച്വൽ ലൈഫ് ഇൻസൈഡ്, നമ്മൾ എപ്പോഴുമുള്ള നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രിപ്പറേഷനെയാണ് അത് കാണിക്കുന്നത്. ഇൻറ്റിമസി വിത്ത് ജീസസ് അത് കാണിക്കുന്നത്. ദൈവമായിട്ടുള്ള ആ പ്രേമ ബന്ധത്തെ അത് കാണിക്കുന്നത്. അത് നിങ്ങൾ സോങ് ഓഫ് സോങ്സ് വായിക്കണം. അതൊരു പ്രെയർഫുൾ ലൈഫിനെയാണ് കാണിക്കുന്നത്. ഒബീഡിയൻസ് ആൻഡ് സറണ്ടറിനെയാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് പുറമേയുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ലൈഫിനെ അല്ല കാണിക്കുന്നത്. ഈ 5 കന്യകമാർ ഫൂളിഷ് എന്ന് പറയുന്നത് പുറമേ കാണിച്ചവരാണ്. അകമേ അവരുടെ ഒന്നുമില്ലായിരുന്നു, എണ്ണയില്ലായിരുന്നു. എണ്ണ എവിടെയാണ്? ലാമ്പിൻ്റെ അകത്തായിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ കത്തി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷേ എണ്ണ കരുതിയില്ല എന്ന് പറഞ്ഞാൽ അത് ആ സമയമായപ്പം നഷ്ടമായിപ്പോയി. കാരണം ഈ ഫേമസ് ആവുന്നതിൻ്റെ ബഹളത്തിൽ എണ്ണ കരുത, റിലേഷൻഷിപ്പ് കൂട്ടാൻ മറന്നുപോയി. അവൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുവാൻ, അവൻ്റെ ഇഷ്ടപ്രകാരം അവനോട് ചേർന്ന് പ്രണയിക്കുവാൻ, ആ ജീവൻ നദി നമ്മളിലൂടെ പുറപ്പെടുവാൻ, അത് റേമയാകുവാൻ, ആ വിത്ത് വളരുവാൻ, അതിൽ ഫലമുണ്ടാകുവാൻ നമുക്ക് സമയമില്ലായിരുന്നു. നമ്മളങ്ങ് ഫേമസ് ആകാൻ ഓടി. ഇതാണ് 5 ഫൂളിഷ് വെർജിൻസ്. റിലീജിയനാ, പക്ഷെ ഇൻറ്റിമസി ഇല്ല. ഭയങ്കര അപ്പിയറൻസ് ആയിരിക്കും. അയ്യോ, ഭയങ്കര അപ്പിയറൻസ്. ഒരു ഫോണും ഒരു മൈക്കും ഒരു ചർച്ചിൻ്റെ പുൽപ്പിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അപ്പിയറൻസാണ് നമുക്ക്. ഭയങ്കര നോളജ് ആയിരിക്കും, പക്ഷെ സ്പിരിച്വൽ ലൈഫുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ നമ്മൾ ഡിസേൺ ചെയ്യേണ്ടത്, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ്റെ കാഠിന്യം നമ്മളൊന്ന് അളക്കണം. ഇത് എക്സ്ട്രീം ആയോ?
അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ചേഞ്ചസ് വരുത്താനുണ്ട്. ഇതാണ് സ്പിരിച്വൽ ലൈഫ്. അവനോട് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയന് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ വെളിപ്പെട്ട് വരും. നമ്മുടെ റിയാക്ഷനാണത്. ആ റിയാക്ഷനെ നമ്മളൊന്ന് അളക്കണം. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? പ്രോബ്ലം വിശ്വാസി അല്ലാത്തതല്ല, വിശ്വാസിയാണ്, പക്ഷേ ഓയിൽ മിസ്സിംഗ് ആണ്. ആ റിലേഷൻഷിപ്പ് കരുതാൻ പറ്റിയില്ല. പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമ്മൾ അനേകരെ തേടിപ്പോയി. അതുകൊണ്ടാണ് പാസ്റ്റർ റാണി പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, വചനത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ എണ്ണകളെ കരുതണം, എണ്ണ കരുതണം, നമ്മുടെ ഒലിവ് ഓയിൽ കരുതണം, നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പ്രശ്നങ്ങളിൽ നോക്കിയിരിക്കുകയല്ല, പ്രശ്നങ്ങൾ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ്. നമ്മുടെ ഫോക്കസ് എന്താണ്? ഈ പ്രശ്നം മാറാനാണോ, അതോ കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരെയും ഒരുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണോ? ഈ ഭൂമിയിലിരിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. യോഹന്നാൻ 17 നിങ്ങൾ വായിക്കണം. ഇതിലൊരു ഡീപ്പ് റെവലേഷൻ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ 5 കന്യകമാരെ നമ്മൾക്ക് വേർതിരിക്കാൻ പറ്റുന്നത്? ഈ ഫൂളിഷ് ആരാണ്, അല്ല അതുപോലെ തന്നെ വൈസ് ആരാണ്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ, ശബ്ദം കേട്ടു, ഡിലേ വന്നപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവിടെ ശബ്ദം കേൾക്കുന്നു, മണവാളൻ വരുന്നു എന്നൊരു ഷൗട്ട് കേൾക്കുകയാണ് 6ാമത്തെ വാക്യത്തിൽ. ലുക്ക്, ദ ബ്രൈഡ് ഗ്രൂം ഈസ് കമ്മിങ്, കം ഔട്ട് ആൻഡ് മീറ്റ് ഹിം. അതിൻ്റെ ഇടയിൽ ഒരു ഹാഷ് ഉണ്ട്, കമ്മിങ് എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ് കുത്തുണ്ട്. എന്നിട്ട് പറയണ, ഇനി വെയിറ്റ് ചെയ്തവരാണ് പുറത്തേക്ക് വരിക. അകത്താ പ്രിപ്പറേഷൻ നടക്കുന്നത്, നമുക്ക് പുറമേയാ പ്രിപ്പറേഷൻ. നമ്മൾ പുറത്ത് കടന്നങ്ങ് പ്രിപ്പറേഷനാണ്, അകത്തൊരു പ്രിപ്പറേഷനും ഇല്ല, ഒരു ഒരുക്കം മനസ്സുകൊണ്ട്. അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പുറമേ ക്ലീൻ ചെയ്യാൻ വന്നവനല്ല. നിങ്ങൾ പുറമേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, സ്വർണ്ണം ഊരണം, വെള്ള വസ്ത്രം ഇടണം, തലയിൽ തുണി ഇടണം, ഇങ്ങനെ ആയിരിക്കണം, കുറേ കൾച്ചർ നമ്മൾ കൊണ്ടുവരും, റിച്വൽസ് കൊണ്ടുവരികയാണ്. ഇതൊന്നുമല്ല യേശു കർത്താവ് മാറ്റാൻ വന്നത്. യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെയാണ് ആവശ്യമായിരിക്കുന്നത്, പുറമേയുള്ളതൊന്നുമല്ല. കർത്താവ് നീയും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? വരാൻ താമസിച്ചപ്പോഴാണ് ഇവരുടെ യാഥാർത്ഥ്യം മനസ്സിലായത്. എങ്ങോട്ടൊക്കെയോ വിശാലമായ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഇടുക്കുവാതിൽ അവർക്ക് വേണ്ട. അപ്പോഴാണ് വരൻ വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, എൻ്റെ പാത്രത്തിൽ എണ്ണയില്ലല്ലോ. നമ്മളെല്ലാവരും ചർച്ചിൽ പോകാൻ ബഹളമാണ്. അയ്യോ, സൺഡേ വരാൻ നോക്കിയിരിക്കുകയാണ്, ഫാസ്റ്റിംഗ് പ്രയർ നോക്കിയിരിക്കുകയാണ്, ആ പാസ്റ്റർ വരാൻ നോക്കിയിരിക്കുകയാണ്, അടുത്ത പ്രവാചകൻ ആരാണ് കൺവെൻഷന് വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് നമ്മൾ പാട്ടും ബഹളവും, നമ്മളങ്ങ് സ്പിരിച്വൽ നമ്മളങ്ങ് ബഹളമാണ്, നമ്മൾ ഭയങ്കര പ്രീച്ചിങ് ആയിരിക്കും. പക്ഷെ പുറമെയാ എല്ലാം നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് ഇൻറ്റിമസി ഉണ്ട്. ഞാൻ ഈ ദിവസങ്ങൾ അനേക ദൈവദാസന്മാരെ കാണുമ്പോൾ പുറമേ ഭയങ്കരമാണ്, ഇൻറ്റിമസി ഇല്ല. ഇൻറ്റിമസി ഉള്ളവരുടെ സംസാരം നമുക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഈറ്റുന്നുകൊണ്ടായിരിക്കും. അവർ എന്താ പറയുക, ഭൗതികമായതോ അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രൊഫസിയൊന്നും അല്ല ചെയ്യുന്നത്. അവരുടെ കൺസേൺ, അവർക്ക് കൊടുത്ത ദൗത്യമായിരിക്കും അവർ അതിനനുസരിച്ചായിരിക്കും അവരുടെ സംസാരം. നമ്മുടെ ഉള്ളത്തിലുള്ള ഫോക്കസിനനുസരിച്ചായിരിക്കും നമ്മുടെ റിയാക്ഷൻ, സംസാരം വരുന്നത് ഓരോ വിഷയത്തിലും. ഇനി ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നോക്കുന്നത് ആരാണ് എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ആരുടെ വിളക്കിലാണ് എണ്ണ കരുതിയിട്ടുള്ളത്, കരുതലുള്ളത്. അത് നമുക്ക് കറക്റ്റ് സമയത്ത്, ആ എക്സാക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല ഈ എണ്ണ. ആ ശബ്ദം കേട്ടപ്പോൾ ഫൂളിഷായിട്ടുള്ള കന്യകമാർ പറയാണ്, കുറച്ച് എണ്ണ ഞങ്ങൾക്ക് തരാനായിട്ട്. പക്ഷെ അവർ പറയാണ്, ഇത് അങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കാണിക്കുന്ന നമ്മുടെ പാസ്റ്ററിൻ്റെ പ്രാർത്ഥനയോ നമ്മുടെ പാസ്റ്ററിൻ്റെ ഗെറ്റപ്പോ സ്റ്റെബിലിറ്റിയോ ചർച്ചോ നമ്മളെ സേവ് ചെയ്യത്തില്ല. നമ്മുടെ പേരൻസിൻ്റെ പ്രാർത്ഥനയോ അവരുടെ വിശ്വാസമോ അവരുടെ കോൺഗ്രിഗേഷനോ അവരുടെ സെറ്റപ്പോ അവരുടെ ഈ ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങളോ ഒന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളെ രക്ഷിക്കത്തില്ല. യുവർ പാസ്റ്റർ ഓയിൽ കനോട്ട് സേവ് യു, യുവർ പേരൻസ് ഫെയ്ത്ത് കനോട്ട് സേവ് യു, യുവർ ചർച്ച് മെമ്പർഷിപ്പ് കനോട്ട് സേവ് യു. അപ്പോൾ എന്തോ ഇമ്പോർട്ടൻറ്റ്, ഈച്ച് ബിലീവർ മസ്റ്റ് പേഴ്സണലി ക്യാരി ഓയിൽ. ഓരോ വിശ്വാസിയും അവരവരുടെ ലാമ്പ്, നിങ്ങൾക്ക് രക്ഷ ലഭിച്ചുവെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ്. ഒരു
പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളത്തിൽ വന്ന രക്ഷയെക്കുറിച്ച് എത്ര മാത്രമായിരിക്കും കൺസേൺ. നമ്മുടെ മുടി പോലും കൊഴിയുന്നത് അവൻ അറിയുന്നുവെങ്കിൽ നമ്മൾ എണ്ണ കരുതണം. ഹല്ലേലൂയ. നമ്മുടെ ഡിഗ്നിറ്റി നോക്കി ഇരിക്കരുത്. അനേകം ഈ ദിവസങ്ങളിൽ അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, അങ്ങനെ പറഞ്ഞാൽ നീ ഇറങ്ങുമ്പോൾ എങ്ങനെയൊക്കെ പറയുമോ, പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യും. ബലഹീനതയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ നീ ഒന്ന് ഇറങ്ങണം. അപ്പോഴല്ലേ നിനക്ക് ക്ലാരിറ്റിയിൽ നിന്നും ക്ലാരിറ്റിയിലേക്ക് പോകാൻ പറ്റൂ. നമ്മളെല്ലാവരും പെർഫെക്ഷൻ നോക്കിയിരിക്കുക, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ, ഇരിക്കത്തേയുള്ളൂ അവസാനം വരെ. ഓയിൽ മീൻസ് ഇൻവേർഡ് റെഡിനെസ്. ഒരു ബ്രൈഡ് സാരിയും ജ്വല്ലറിയും ഇൻവിറ്റേഷൻ കാർഡും എല്ലാം ഉണ്ട്, പക്ഷെ പേഴ്സണലി ഒരുങ്ങിയിട്ടില്ല. മൈൻഡ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എന്താ പ്രയോജനം? എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചു, എല്ലാവരെയും വിളിച്ചു, സാരി വാങ്ങാൻ രാവിലെ ഓടുന്നു, കുഴപ്പമില്ല, ജ്വല്ലറിയും വാങ്ങിച്ചു വെച്ചു, എല്ലാം ഇങ്ങനെ ഇരിക്കുക, പക്ഷെ തയ്യാറാകുന്നില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് അന്ന് രാവിലെ സാരി വാങ്ങാൻ ഓടിപ്പോകുന്നത് പോലെയാണ്, വെപ്രാളത്തിൽ ഓടുകയാണ്. നമ്മൾ തന്നെ ചിന്തിക്കും ഈ ഭൂമിയിൽ അങ്ങനെ പറ്റത്തില്ലെങ്കിൽ കർത്താവിൻ്റെ വിഷയത്തിലും അതൊരിക്കലും പറ്റത്തില്ല. The wise virgins were not running around at midnight. Why? Because preparation was already done before the midnight cry. The oil was already stored. ഇതാണ് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ള കന്യകമാർ രാത്രിയിൽ മണവാളൻ വരുന്നെന്ന് കേട്ടപ്പോൾ അവർ എണ്ണ വാങ്ങാൻ ഓടുകയല്ല ചെയ്തത്. അവർ ഓൾറെഡി കരുതിയിരുന്നു, എനി ടൈം എൻ്റെ മണവാളൻ വരും, ഞാൻ അവനോട്. അത്രമാത്രം വിശ്വാസമാണ്. ആ ശുലേംകാരത്തെ പോലെ പ്രാണപ്രിയന് വേണ്ടി അവൾ കാത്തിരിക്കണം. അപ്പോഴാണ് അവൾ പുകത്തൂൺ പോലെ തൻ്റെ മണവാളൻ വരുന്നത് കാണുന്നത്. അവനുമായിട്ട് മേർജ് യൂണിയൻ ആകും. അതാണ് നമ്മുടെ കമ്മ്യൂണിയൻ പോലും നമ്മളെ കാണിക്കുന്നത്. ഇനി ദിവസങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കമ്മ്യൂണിയൻ എടുക്കേണ്ടി വരുന്നത്. അത് നീയും അവനുമായിട്ടുള്ളൊരു കമ്മ്യൂണിയനാണ്, വേറെയൊന്നുമല്ല. ഷോ ഓഫ് ചെയ്യാനുള്ളതല്ല, റെസ്ട്രിക്ഷൻ വയ്ക്കാനുള്ളതല്ല, അതിനൊരു ഫാസ്റ്റിംഗ് പ്രെയർ വെച്ചിട്ട് എടുക്കാനുള്ളതല്ല. നിന്റെ പ്രാണപ്രിയനുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പാണ്. പുറത്തുള്ള വിശ്വാസമല്ല, ഉള്ളിലൊരു തയ്യാറെടുപ്പുണ്ടായിരിക്കണം. വിളക്കുണ്ട്, പക്ഷെ എണ്ണയില്ല. വരാൻ താമസിച്ചപ്പോൾ ഈ മണവാട്ടിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോഴാണ്. പക്ഷെ ആ വിട്ടുപോയാൽ പിന്നെ നമ്മൾ ട്രിബുലേഷനിലേക്ക് കിടക്കും. മറന്നു പോകരുത്. 1 തെസ്സലോനിയ ലേഖനം 4-ത്തിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. 1 Thessalonians chapter 4:16, 1 തെസ്സലോനിയർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതൊരു എതിരേൽപ്പാണ്. അവൻ വരും, പക്ഷെ നീ റെഡിയായിരുന്നെങ്കിലേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഈ ദിവസങ്ങളിൽ എന്നോട് എത്ര പ്രശ്നങ്ങൾ പറയുന്നവരോട് എനിക്കിതൊക്കെ പറയാനുള്ളൂ. നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ കർത്താവുമായിട്ടുള്ള മേർജിങ്ങിൻ്റെ സമയമായി. യോഹന്നാൻ 17:24 അത് തന്നെയാണ് പറയുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള വേദനയാണ്. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും, നോക്കിക്കോണം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5:31-32. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രയേ പറയുന്നത്. ഹല്ലേലൂയ. നമ്മളവനെ സ്നേഹിക്കണം, നമ്മളവനെ ബഹുമാനിക്കണം, നമ്മളവന് വേണ്ടി കാത്തിരിക്കണം. എത്ര മാത്രം നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും കർത്താവ് അറിയാതെ ഒരു മുടി പോലും നമ്മുടെ കൊഴിയുന്നില്ല.
റാപ്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഈറ്റ് നോവ് ഈ ഭൂമി മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. സൃഷ്ടി മുഴുവനും നമ്മുടെ റാപ്ചറിന് വേണ്ടി, ദൈവമക്കളുടെ എടുക്കപ്പെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റോമാലേഖനം 8 പറയുന്നു. 20 വാക്യം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെയിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 5 കന്യകമാരുടെ ഉപമയിലൂടെ മത്തായി സുവിശേഷം 24 അന്ത്യകാലത്തെ നമ്മളെ അറിയിക്കുന്ന ഒരു അനൗൺസ്മെൻ്റാണ്. അതിൽ പ്രകാരം നമ്മൾ കേട്ടു, അവൻ ദേ വരുന്നു. ആ ഷൗട്ടിങ് നമ്മൾ കേൾക്കുകയാണ് 24 25 മണവാട്ടിയെ കൊണ്ടുപോകാൻ വരികയാണ്. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? വിവാഹ വസ്ത്രമുണ്ട്, ജ്വല്ലറിയുണ്ട്, രക്ഷാവസ്ത്രമുണ്ട്, നീതി എന്ന അങ്കിയുണ്ട്. നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നു. മണവാട്ടികളാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? അവനുമായിട്ടുള്ള ബന്ധമുണ്ടോ? അതോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ സൊല്യൂഷനാണോ? ജോലി അതിനു വേണ്ടിയിട്ടുള്ളതാണോ? ഹാലലി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹുറബലവശംദരേ റേവേ സിഖുറു ഷമഹത്തുലിഖി റിബഖന്തുരമേ. ആ ചടുചട ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളം നാദം ധ്വനിക്കുമ്പോൾ ഹാലലുയ ഞങ്ങളോടൊപ്പം കർത്താവെ നീ കണ്ടിരിക്കുന്ന എല്ലാവരും, ലോകസ്ഥാപനത്തിനു മുൻപേ കർത്താവെ നീ കണ്ടിരിക്കുന്ന സകല ജനവും ജീവശ്വാസമുള്ളതൊക്കെയും എന്നോട് ചേരുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ഇടിവിരുന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾക്ക് ആത്മഭാരം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. സകല അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിനും അവരുടെ ഇടയിലേക്ക് ആ വെളിച്ചം ഇറങ്ങട്ടെ. അതിലായി ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് ഞങ്ങൾ വെളിച്ചമാകട്ടെ, പ്രകാശമാകട്ടെ. ഹല്ലേലൂയ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ടേക്ക് ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ്. എല്ലാ മണവാട്ടികളും ഒരുങ്ങട്ടെ. പ്രശ്നങ്ങൾ ഞങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതെന്ന് കർത്താവിൻ്റെ വചനം നിവർത്തിയാകട്ടെ. ഹല്ലേലൂയ. മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഇപ്പോഴും ശിശുവായിരിക്കുവാനല്ല, ഉണരുവാൻ, പ്രകാശിക്കുവാൻ, അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, താങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വെള്ളങ്ങളില്ലാത്ത മേഘം പോലെ അനേക കള്ളപ്രവാചകന്മാർ വിശ്വാസികളെ വഴിതെറ്റിക്കുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ വചനത്തിൽ ഉറയ്ക്കുവാൻ, വിസ്റ്റത്തോടുകൂടി കാത്തിരിക്കുവാൻ, പാമ്പിനെ പോലെ വിവേകിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ 24 മണിക്കൂർ ഞങ്ങളെ തന്നെ കാത്തു പരിപാലിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരുങ്ങിയിരിക്കുന്ന കന്യകമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വിളിയും തെരഞ്ഞെടുപ്പുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹബാറിയ ഷേഖിരി മഹത്തുലിഖോ റിബ് എല്ലറിഖോ സിഖുറോ ഷമഹത്തുലിഖറബഖതുരബേ. ടേക്ക് ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ടേക്ക് ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സമാധാനവും വിശ്വാസത്തോടുകൂടിയ സ്നേഹവും നമ്മളിൽ വ്യാപരിക്കട്ടെ. എഫീസ്യ ലേഖനം 6 അവസാന വാക്യങ്ങളാണ്. നെവർ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു.